ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പുറക്കലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇന്ന് ഉഷാറില്ല, അങ്ങനെ വേണം പറയാന്. വേറൊന്നുമില്ല, ഇക്കാന്റെ കണ്ണിന് ചെറിയ ചോപ്പ് പോലെ, ചെറുതല്ല നല്ല ചോപ്പുണ്ട്. കണ്ടോ, ഈ കണ്ണാണ് ഇക്കാടെ കണ്ണ റെഡ്നെസ്. കണ്ടോ, ഈ കണ്ണ് പകുതി സ്റ്റിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, കണ്ണിന് നല്ലൊരു ചോപ്പ് രാവിലെ തുടങ്ങി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടി വന്ന് സൈഡിലോട്ട് നല്ല ആയി. പിന്നെ പീള കണ്ണിൽ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഇൻഫെക്ഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. കണ്ണിൽ പീള വെട്ടൽ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ടെൻഷനാണ്, ഇൻഫെക്ഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കധികം കണ്ണട ഇടാതൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ മിലിഞ്ഞാന്ന് ഇക്ക പറയുന്നില്ല, ഒലോടുക്കുമ്പോൾ വെള്ളം നല്ല ശക്തിയിൽ തട്ടിന്ന് പറയുന്നുണ്ട്. ഇനി അതാണോന്നറിയില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്നാകെ ടെൻഷനിലാണ്. അപ്പോൾ ഒരു ഉഷാറില്ല. അപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് മാത്രമല്ല നോമ്പ്, അങ്ങനെ ഇന്ന് ഒപ്പിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. എന്താന്ന് വെച്ചാൽ പിന്നെ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. പുറത്ത് പോയി, കുഞ്ഞുൻ്റെ സ്കൂളിൽ പോയി. കുഞ്ഞുൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ സ്കൂളിൽ പോയിട്ട് കൊടുത്തു. പിന്നെ അവരെ വന്നിട്ട് 2 മാസത്തോളമായി ഇവിടെ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റോടെ വന്നതാണ്. അപ്പോൾ സ്കൂളിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ടീച്ചർമാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ ഇതാക്കിയത്. അപ്പോൾ സ്കൂളിൽ ഇന്നേവരെ പോയിട്ട് പോലുമില്ല. അപ്പോൾ കുഞ്ഞുവിന് നല്ല വിഷമം, സ്കൂളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോയിട്ട് തന്നെ സ്കോളർഷിപ്പിൻ്റെ പേപ്പറുകളൊക്കെ കൊടുക്കുക, ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനും പോയി. പിന്നെ അക്ഷയയിൽ ഇക്കാടെ ഒരു കാര്യത്തിന് ഒരു ഫോം ഒന്ന് ശരിയാവാനുണ്ട്. അത് കുറേ അയ്യനെ പറയുന്നുണ്ടല്ലോ, അക്ഷയ് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ ആയിട്ടോ അതിനു വേണ്ടി നടക്കുന്നത്, ശരിയാവുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അതിന് പോയി. അങ്ങനെ എല്ലാം ആയി വരുമ്പോഴേക്കും പിന്നെ നോമ്പുറക്കൽ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ മതിയെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് വീഡിയോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം ഇരുന്നതാണ്. ഒരു വീഡിയോ ഇടുന്നില്ല, ഒരു ഉഷാറില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. പക്ഷെ എന്നാലും നമ്മുടെ പ്രശ്നങ്ങളൊന്നും യൂട്യൂബിന് അറിയില്ലല്ലോ. യൂട്യൂബിൽ എന്താ പറയുക, ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്, നമ്മുടെ ഫാമിലി അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ആക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഒന്നുമില്ല, ആ ടെൻഷൻ. കണ്ണ് ഇത്ര കാലം നമ്മൾ കുറേ ഇൻഫെക്ഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ണും കൊണ്ട് ഇടങ്ങേറായതാണ്. പിന്നെ കണ്ണ് പാതി സ്റ്റിച്ചിട്ട് വെച്ച ശേഷം അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു. ഇപ്പം എന്താണാവോ, ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് തുടയ്ക്കേണ്ടത് ആ കണ്ണ തുടച്ചില്ലേ, ഈ കണ്ണ് തുടക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ചുവപ്പ് നിറം കണ്ടു, രാവിലെ തന്നെ കണ്ടു. അപ്പോൾ ഞാൻ നൈറ്റിൽ മാത്രമാണ് ഓയിൽമെന്റ് ഇട്ടിട്ട് കിടക്കല്. അപ്പോൾ രാവിലെ തന്നെ കണ്ടപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓയിൽമെന്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കണ്ണ് കുറച്ച് ടേപ്പ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയത്, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ പീളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മനസ്സിനൊരു ആവലാതി ആയി എന്ന് പറയാം. എന്താ പറയാ, ഞാൻ എപ്പോഴും പറയില്ലേ, ഇപ്പൊ ചിരിച്ചോണ്ട് തന്നെ പറയട്ടെ, എനിക്ക് പേടിയാണ്. സന്തോഷിക്കാൻ വളരെ പേടിയാണ്. ഒരു ചെറിയൊരു സന്തോഷം വന്ന് മനസ്സിന് ഇത്തിരി ഇതായി പോകുമ്പോഴേക്കും അടുത്ത വിഷമങ്ങൾ കടന്നു വരും. ഓട്ടോ പിടിച്ചു വരും. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. കുറച്ചായിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ, എന്തെന്നറിയില്ല. അപ്പോൾ പഠിച്ചം വെച്ച പോലൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് തള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, വേറൊന്നുമില്ല. എന്തായാലും വീഡിയോ വേണം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇല്ല, അപ്പോൾ നമ്മുടെ ഫാമിലിയോട് നമ്മുടെ കാര്യങ്ങൾ പറയും വേണം. അങ്ങനെ ചെയ്ത വീഡിയോ ആണ്, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ദുആ ചെയ്യുക, ഒന്നും ഇല്ലാതിരിക്കട്ടെ, കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇൻഫെക്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ പടച്ചോൻ കാക്കട്ടെ, അത്ര തന്നെ. പിന്നെ പ്രത്യേകം നമുക്ക് ന്യൂറോ സർജറി നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കണ്ണ് നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് ഇക്കാക്ക് നമ്മുടെ കണ്ണിനെ പോലെ സെൻസേഷൻ ഇല്ല, പ്രാണിയോ എന്തെങ്കിലും ഇങ്ങനെ കൈ കൊണ്ടുപോകുമ്പോൾ കണ്ണിങ്ങനെ അടയ്ക്കാൻ ആ കണ്ണ് അതിന് പറ്റില്ല ഇക്കാക്ക്. അപ്പോൾ കോർണിയ പെട്ടെന്ന് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് കോർണിയ ഡാമേജ് ആവാനും പ്രശ്നങ്ങൾ വരാനും ഒക്കെ നല്ല ചാൻസ് ആണ് പെട്ടെന്ന്. അപ്പോൾ കണ്ണ് നല്ല കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്.
ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇക്ക പറയുന്ന ഉള്ളടുത്തപ്പോ വെള്ളം തട്ടി എന്ന് പറയുന്നു, അതാണ്. അല്ലാതെ ഓർമ്മയിലൊന്നുമില്ല. ഇനിയിപ്പോ ഉറക്കത്തിലോ മറ്റെന്തെങ്കിലും തട്ട് ഇങ്ങനെ പിന്നെ ഇക്കാക്ക് നല്ലപോലെ കണ്ണ് ശക്തമായിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉറക്കത്തിൽ ചെയ്തോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ആകെ ഒരു ടെൻഷൻ അതാലോചിച്ചിട്ട്. അതാണ് ഇപ്പൊ ഇന്നത്തെ സാഹചര്യം. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നോമ്പോറിയും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ വൈകിട്ടുണ്ട്. പൊന്നൂസ് അവിടെ ഉണ്ട്. പൊന്നൂസ് ഡ്രസ്സ് ഇട്ടിട്ടില്ല, ചൂടെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അയച്ചിട്ടിരിക്കുക. അപ്പൊ എന്നെ കാട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പറയാണ്. അപ്പൊ ഇന്ന് അതിന്റെ ഒരു ക്ഷീണം അല്ലേ മുഖത്ത്. എല്ലാരും ദുആ ചെയ്യും, പ്രത്യേകം ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ കണ്ണിന്. ഇപ്പൊ ഒരു കുറച്ച് ഏകദേശം എന്താ പറയാ 1 മാസത്തോളൊക്കെ ആയിട്ടുള്ളൂ. ഒത്തിരി മനസ്സമാധാനത്തോടെ ഹോസ്പിറ്റലൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ ഒന്നരാടം ഓരോ ഹോസ്പിറ്റലിലെ കേസ് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് ടെൻഷനാണ്. എന്തെങ്കിലും വരുമ്പോ തന്നെ എനിക്ക് ടെൻഷൻ വയ്യ. അത്രയും എന്താ പറയാ മതിയായി. അപ്പൊ എല്ലാരും ദുആ ചെയ്യുക, ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇക്കാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. കണ്ണിനൊരു പ്രശ്നം വരാതിരിക്കട്ടെ, ഇൻഫെക്ഷനോ കാര്യമൊന്നും വരാതിരിക്കട്ടെ. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ വണ്ടിയിൽ പോകുമ്പോ ഒക്കെ ഗ്ലാസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്കൊരു ഓട്ടോ പിടിക്കുക എന്ന് പറയുമ്പോൾ അതും നമുക്ക് പൈസ തന്നെ വേണ്ടേ. അതാണ് ഇക്ക വണ്ടി അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പോകുന്നത്. പിന്നെ ഇക്കാക്കൊരു ചേഞ്ചാണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ. വണ്ടി ഓടിച്ച പിന്നെയാണ് ഇക്ക ആകെ ആള് മാറി നല്ല ഉഷാറായി ടെൻഷനൊക്കെ മാറിയത്. അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ പയ്യ എന്തൊക്കെയോ ടെൻഷൻ പറയാനൊന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും ബൈ. ഓ പറയൂ ഭായിക്കോട്ടെ. അപ്പൊ എല്ലാം എന്റെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നില്ല ഒന്ന് സബ് ചെയ്തിട്ട് പോവുക. ബൈ.